കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സുഗിരി ഉസ്താദിന്റെ ഫോട്ടോ, കുരങ്ങിന്റെ ഫോട്ടോ ആയിട്ട് ചിത്രീകരിച്ച ആ വെട്ടാവളിയനുണ്ടല്ലോ, നല്ല തന്തയ്ക്ക് ജനിക്കാത്ത, നല്ല ജനിസിന് പിറക്കാത്ത, വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയൊക്കെ നിരന്തരം തുമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമനായി, ഇവന്റെ ഒരു ചാണക്യ എന്ന് പറയുന്നൊരു കക്കൂസിനകത്തായിരുന്നു ആദ്യം ഒരു ഫോട്ടോ വന്നത്. അത് വന്നപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മനുഷ്യനെ മതിക്കുന്ന മനുഷ്യസ്നേഹികളായിട്ടുള്ള ജാതി മത ഭേദമന്യേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹൈന്ദവ സഹോദരങ്ങളാണ് ഈ അപ്പി ബൈജു എന്ന് പറയുന്ന ഈ ചെറ്റയുടെ അണ്ണാക്കിലടിക്കുന്ന മറുപടിയാണ് നമ്മുടെ സഹോദരങ്ങൾ കൊടുത്തത്. നമ്മളാരും അതിന് വലുതായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല കേട്ടോ. അവർ കൊടുത്ത മറുപടി റിയാക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇപ്പം ഈ പാലത്തായിൽ നടന്നൊരു സംഭവം ഉണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതുപോലുള്ള സമൂഹ വിരുദ്ധന്മാരെയും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നരഭോജികളായിട്ടുള്ള ഇത്തരം നാറികളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ദൈവനെ പോലെ തന്തക്ക് പിറക്കാത്തവന്മാർ തന്നെ ഉണ്ടാവണം. ഈ വീഡിയോ എന്തായാലും ഈ ചെറ്റ കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗീർവാണമൊക്കെ ഇവന്മാർ മുഴക്കിയായിരുന്നു. അതായത് ഞങ്ങൾ ഈ തീട്ടങ്ങളോടൊന്നും സംവദിക്കാറില്ല. തീട്ടമായിട്ടോ അല്ലെങ്കിൽ ചാണകമായിട്ടോ ഒക്കെ ലയിക്കുന്നതായിരിക്കും നല്ലത്. നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കുരയ്ക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞങ്ങൾ തരും. അതിന് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോളൂ, അതിനുള്ള മറുപടി ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ തരുന്നതായിരിക്കും. അപ്പം ഇത്തരം തൊട്ടാൽ നാറുന്ന ഐറ്റമായിട്ടൊന്നും നേരിട്ട് വന്ന് സംവദിക്കാനായിട്ടുള്ള ആ ഒരു ശേഷി നമുക്കില്ലപ്പ. നിങ്ങൾ നമ്മളങ്ങ് വിട്ടേരപ്പ. ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. പാലത്തായിൽ കേസിൽ ട്വിസ്റ്റ്. പീഡിപ്പിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടി ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത്. എന്തോന്നടേ ഇത്? ഇവൻ ഈ കേരളത്തിൽ തന്നെയാണല്ലോ അല്ലേ ഇവൻ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. വായി തോന്നുന്ന എന്ത് തോന്നിയാസവും ഒരു സമുദായത്തോടുള്ള അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് കാണിക്കുന്ന ഈ തെണ്ടിത്തരം സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവൻ മലപ്പുറം ജില്ലയിലാണെന്നാണ് പറയുന്നത്. ഏതോ കാക്കായിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവന്റെ പിറവി. എന്നിട്ട് അമ്മയുടെ ഗുണം കൊണ്ടിട്ട് ഇവനെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഈ ഉറക്കം എഴുതേക്കുമ്പോൾ തന്നെ മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ തിരുമ്മി വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ എന്താ ഇവനെക്കുറിച്ച് പറയേണ്ടത്? എന്തായാലും ഈ അപ്പി ബൈജു പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കൂ. പ്രിയപ്പെട്ട പപ്പൻ മാഷ് എന്ന് എടുത്തു പറയുന്നതിന് ഒരു വലിയ കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷവും കുടുംബ അന്തരീക്ഷവും ഒക്കെ ഇസ്ലാമിക കൊടുംഭീകരന്മാർ നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര നമ്മൾ പിന്തുണ കൊടുത്തു കഴിഞ്ഞാലും അത് അധികമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാവരുടെയും വിരൽത്തുമ്പിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവനാൽ കഴിയുന്ന രീതിയിൽ പപ്പൻ മാഷിന്റെ ഈ വാർത്തകളുണ്ടല്ലോ, ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അത് ഒരു മാധ്യമവും കൊടുക്കില്ല. കാരണം ജിഹാദികളുടെ അമേദ്യം തീനികളായിട്ടുള്ള മലയാള മാധ്യമങ്ങൾ, അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ, ഇവരൊന്നും ഒരിക്കലും ഈ പറയുന്ന പപ്പൻ മാഷിന് നീതി കിട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കില്ല. അതുകൊണ്ട് പപ്പൻ മാഷിന്റെ ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം അതീവ പ്രാധാന്യത്തോടെ തന്നെ നമ്മളെല്ലാവരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തി. അല്ല, ഇവന് ഈ ഇടക്കിടക്ക് ഈ മാഷ് എന്ന് പറയുന്നുണ്ടല്ലോ, ഷാഗയില് ഇവനെ പഠിപ്പിച്ചതായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും മാഷ് എന്ന് വിളിക്കുന്നത്. എന്തായാലും സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടുള്ള ആ പ്രായമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ മാഷ് നല്ല രീതിയിൽ അവനെയൊക്കെ ഷാഗയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സാണ് പാവം പിടിച്ച കുട്ടിയുടെ മുമ്പിലോട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഈ തോന്നിയാസം കാണിച്ചത് കേട്ടോ. ഇപ്പൊ എന്തായാലും ഇതിന് ജാമ്യമാണ് കൊടുത്തിരിക്കുന്നത്. കേസ് ജീവപര്യന്തം തടവ് മാറ്റിയെന്നുള്ളതാണ് അറിവ്. ഇനി ബാക്കി എന്താണെന്നൂടെ കേൾക്കുക തന്നെ വേണം. അത്തരത്തിലാണ് ഞാൻ ഇന്ന് നോക്കിയ സമയത്താണ് ഞാൻ ഇന്നൊരു ആർട്ടിക്കിൾ കണ്ടു. ഒരു ഗംഭീര ആർട്ടിക്കിൾ ആട്ടോ. അത് എഴുതിയത് ആരാണെന്ന് അതിന്റെ അടിയിലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായുള്ള പോയിന്റുകൾ അത് വലിയ പ്രാധാന്യത്തോടെ മാക്സിമം ആളുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അത് വരുന്നത് ഇങ്ങനെയാണ്: തന്നെ 3 പ്രാവശ്യം പീഡിപ്പിച്ചു. അതായത് ഈ കുട്ടിയെ 3 പ്രാവശ്യം പീഡിപ്പിച്ചതായിട്ടാണ് ഈ കുട്ടി പറയുന്നത്. നോക്കൂ, ഈ കുട്ടിക്ക് ഉപ്പയില്ല, ഈ കുട്ടിയുടെ ഉപ്പ മരിച്ചതാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മാവൻ, അതായത് ഈ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരൻ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച ഭീകര സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ആ സജീവ പ്രവർത്തകനായുള്ള ഭീകരന്റെ മനസ്സിൽ നിന്ന്, തലയിൽ നിന്ന് ഉദിച്ചതാണ് ഈ പപ്പൻ മാഷിനെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഏറ്റവും കുടിലബുദ്ധിയായിട്ടുള്ള, അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ ഈ കിതാബുണ്ടല്ലോ, വർഗീയ കിതാബ്, ദൈവം നേരിട്ട് നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത കിതാബുണ്ടല്ലോ, ആ കിതാബിലെ തക്കിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും കാഫിറിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇവന്റെയൊക്കെ ആ കുക്കുംബറിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ,
അവരെ നശിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് ഇവന്റെയൊക്കെ ആ വർഗീയ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വമില്ലാത്ത ഭീകര കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നു തന്നെ 3 പ്രാവശ്യം പീഡിപ്പിച്ചെന്നാണ് ഈ കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. അത് പോലീസുകാർക്കൊന്നുമല്ല, ജഡ്ജിക്ക് മുൻപാകെ 164 മൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പീഡനശേഷം ഫോട്ടോ എടുത്ത് ആർക്കോ അയച്ചു, ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടി. ഇതായിരുന്നു പപ്പൻ മാഷ്ക്കെതിരെ കുട്ടിയുടെ പ്രധാന പരാതി. നോക്കൂ, ഈ ക്ഷേത്രമൊക്കെ ഇവരെന്തിനെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അറിയാമോ? നമ്മൾക്കറിയാം, ഏതൊരു ഇസ്ലാമിക ജിഹാദി വിഷയം, പച്ച നുണ പടച്ചിറക്കുന്ന ഏതൊരു വിഷയത്തിലും ഇവർ ഒരു ക്ഷേത്രത്തെ കണക്ട് ചെയ്യും. കാരണം ഈ ഇസ്ലാമിക മദ്രസ പൊട്ടന്മാരുടെ മനസ്സിലേക്ക് വലിയ വർഗീയത വിതറാൻ ഏറ്റവും ഉതകുന്ന ഒന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് രാജ്യത്താകമാനം ഇസ്ലാമിക ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോകത്താകമാനം ഇസ്ലാമിക ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് 3 തവണയാണെന്ന് പറയുന്നു. ഈ 3 തവണയെ പീഡിപ്പിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തെന്ന് പറയുന്നു. ഈ കുട്ടിയുടെ ഫോട്ടോ ആർക്കാ? ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ഈ ഫോട്ടോ റിട്രീവ് ചെയ്യാൻ വേണ്ടി, തിരിച്ചെടുക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല. അതായത് ഇത്തരത്തിലൊരു ഫോട്ടോ അയച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനിയോ, ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടി എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കും, ക്ഷേത്രത്തിൽ കൊണ്ടുപോയ സമയം ഈ കുട്ടി ജഡ്ജിക്ക് മുൻപാകെ 164 മൊഴിയിൽ പറഞ്ഞത് ഏതെന്നറിയാമോ? 12 മണിക്ക് ശേഷമാണ്. നമുക്കറിയാം, ഈ ഹിന്ദുമത വിശ്വാസപ്രകാരം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ വിവരങ്ങൾ അറിയുന്ന ഏതൊരാളായിക്കോട്ടെ, ഇവർക്കൊക്കെ അറിയാൻ പറ്റും 12 മണിക്ക് തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രവും ഇല്ല എന്നുള്ളത്. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് മദ്രസ ഭീകരന്റെ തോന്നിയ ആ ചിന്തകളുണ്ടല്ലോ, അതിൽ ദൈവികമായിട്ടുള്ള കൈ കടത്തലായിരുന്നു ഈ 12 മണിയായാലും. ഒരുപാട് വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് സത്യം. ഇനി വരുന്നു, പീഡനം നടന്നു എന്ന് പറയുന്നതിന് 2 മാസത്തിന് ശേഷമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിന് മുൻപ് ആ നാട്ടിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ കേസിൽ പ്രധാനമാണ്. അതായത് ഈ കേസിലേക്ക് ഇസ്ലാമിക കൊടുംഭീകരന്മാരെ നയിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പപ്പൻ മാഷിനെതിരെ ഇത്രയും നീചമായിട്ടുള്ള ഇസ്ലാമിക ജിഹാദികൾ ഈ കൊടുംഭീകരത പ്രവർത്തിച്ചത് എന്നതിലേക്കാണ് ഇനി വിരൽ ചൂണ്ടുന്നത്. പൗരത്വ ഭേദഗതി നിയമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ഈ മാഷ് ചെയ്ത വലിയൊരു തെറ്റുണ്ട്. എന്തെന്നറിയാമോ? ഈ പൗരത്വ ഭേദഗതി എന്താണ്, ഈ പൗരത്വ ഭേദഗതി വിഷയം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടും അത് ഈ കുട്ടികളെ, സ്കൂളിലുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന് കലാപാഹ്വാനവുമായി രംഗത്തിറങ്ങിയ ഇസ്ലാമിക ജിഹാദികൾ പൗരത്വ ഭേദഗതി വിഷയത്തെ, എന്താണ് പൗരത്വ ഭേദഗതി വിഷയം എന്നുള്ളത് വളച്ചൊടിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളെ എല്ലാം കരകടത്താൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്ന് പച്ച നുണ പടച്ചിറക്കി ഈ രാജ്യത്ത് കലാപം പൊട്ടി പുറപ്പെടുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച സമയത്ത് അതിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പപ്പന്മാർ രംഗത്തിറങ്ങി എന്നുള്ളതാണ് ഇസ്ലാമിക കൊടുംഭീകരന്മാരെ ചൊടിപ്പിച്ച ഒരു കാര്യം. ഇനി ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഈ പപ്പന്മാഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായിട്ട് കുട്ടികൾ വന്നിരുന്നത് മുസ്ലിം കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞമ്മന്റെ സ്കൂളായിട്ടുള്ള മുസ്ലിം കുട്ടികൾ ഭൂരിപക്ഷമായ പിന്നെ ഞമ്മന്റെ സ്കൂളാണല്ലോ, ആ ഞമ്മന്റെ സ്കൂളിൽ പപ്പന്മാർ തൽക്കാലം പഠിപ്പിക്കേണ്ട, അതിനുവേണ്ടി ഇയാളെ പിരിച്ചുവിടണം എന്ന രീതിയിൽ ഇതിന്റെ മാനേജ്മെന്റുമായി സംസാരിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെ നീയൊക്കെ വന്നുകൊണ്ട് നിന്റെയൊക്കെ ആ ഒരു തള്ളാഹു കുക്കുംബറും പറഞ്ഞു വന്നുകൊണ്ട് സ്കൂളിൽ നിന്ന് മാഷ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് നടക്കില്ല എന്ന് അവിടുത്തെ അധ്യാപകന്മാർ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു പീഡന കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ടല്ലോ എന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരനായിട്ടുള്ള ഈ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള ജിഹാദി പറഞ്ഞതായിട്ട് ഒരു കുട്ടി, ആ സ്കൂളിലെ തന്നെ ഒരു അധ്യാപിക മൊഴി കൊടുത്തിട്ടുണ്ട്. സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ പരനാറിയെ തൂക്കിയെടുത്ത് അകത്തിടാനാട്ടെ ആംബിയറുള്ള ഒരു ഒറ്റ ഉദ്യോഗസ്ഥന് നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. ഈ പറയപ്പെടുന്ന കുട്ടിയുടെ അമ്മാവനെ ഇവനിക്ക് പറയാല്ലേ, അതിനകത്ത് ഇവൻ ഉടനെ ഇസ്ലാം മത വിശ്വാസികളുടെ കിതാബ് കൊണ്ടുവരുന്നു. അടച്ചൊരു സമുദായത്തെയാണ് നീ ആക്ഷേപിക്കുന്നത്, അവർ വിശ്വസിക്കുന്ന ഏറ്റവും ഗ്രന്ഥത്തെയാണ് നീ അധിക്ഷേപിച്ചത്. ഈ ഒരൊറ്റ കാര്യം മതി ഇവനെ തൂക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള ഒരു വകുപ്പ്. കാരണം ഇവൻ പച്ചയ്ക്ക് വർഗീയതയാണ് ഇവൻ പറയുന്നത്. ഇവിടെ ഇപ്പൊ ഈ പാലത്തായി കേസിൽ ഈ പത്മരാജനെ, അവനെ മാത്രമല്ലേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകൻ എന്നല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ മൊത്തത്തിൽ അടച്ച് ഇവിടുത്തെ ഹൈന്ദവ എന്ന് ആരെങ്കിലും ഇവനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാമർശിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഒരിക്കലും ആരും പറയത്തില്ല. ഒരു വിവരമില്ലാത്ത വിവരം കെട്ട മുസ്ലിം പോലും ഒരിക്കലും ഇവിടുത്തെ ഹൈന്ദവ മത സഹോദരങ്ങളുടെ ആ ഒരു ലേബലിലേക്ക് ഇവനെ ഒന്നും ചേർത്ത് വെക്കത്തില്ല. കാരണം ഇവരൊന്നും യഥാർത്ഥ ഹിന്ദുക്കളല്ല, ഇവനൊക്കെ ജന്തുവാണ്. കാരണം ഈ രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്ത വൃത്തികെട്ട ചെറ്റകളാണ് ഇവന്മാര്. അവനൊക്കെ വേണ്ടി ഇവനെപ്പോലുള്ള ആണും പെണ്ണും കെട്ട ശിഖണ്ഡി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ നായി വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ, ഇങ്ങനെ കൊണയടിക്കുമ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നമ്മൾ കൊടുക്കണം. ആരും പറഞ്ഞിട്ട് കേസെടുക്കേണ്ട ഒരു വകുപ്പൊന്നും അല്ല. കാരണം ഇവന് അത്രയും രൂക്ഷമായ രീതിയിലാണ്, അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഈ ചെറ്റ ഈ ഒരു സമുദായത്തെ, ആ സമുദായത്തിൻ്റെ വിശ്വാസത്തെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇമ്മാതിരി തോന്നിയാസം ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ ആ തമ്പലൈൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇവൻ്റെ ആ തമ്പലൈനകത്ത് അൻസാരി സൂര്യ ഉസ്താനെ കാണിച്ചിരിക്കുന്നതുണ്ടല്ലോ. അപ്പോൾ ശാഖയിൽ പോകുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയായിട്ട് പോകുന്ന ആ ഒരു ഓർമ്മയിലാണ് ഈ പരനാറി ഇത്തരം ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവൻ്റെ ഈ തമ്പലൈനകത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, നിന്നെ തൊട്ടാൽ
തൊട്ടവൻ നാറും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ നല്ല ആൺകുട്ടികളുണ്ട് നിന്നെ നിലക്ക് നിർത്താൻ പറ്റിയവർ കേട്ടോ. പക്ഷെ അത് ചെയ്യാത്തത് നിന്നെപ്പോലുള്ള സെപ്റ്റി ടാങ്കിനെയൊക്കെ ഞോണ്ടിയിട്ട് അകത്ത് പോകുന്നതിലും നല്ല സ്വയം ആത്മഹത്യ ചെയ്യുന്നതല്ലേ. അതെ, ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.